ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വൻകൃപകളാൽ, എത്രത്തോളം അനുഭവങ്ങളാൽ ദൈവം നമ്മളെ വഴി നടത്തുന്നു. ആ വൻകൃപകളെ ഓർത്ത് നമുക്ക് കൈകൊട്ടിപ്പാടി ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പാട്ടുകൾ ഒക്കെയും ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി ചെന്നെത്തുമാറാകട്ടെ. അതിനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലിനപ്പെട്ട ഒരു സഭ എന്നതായ ഭാഗമാണ് എന്ന ആശയമാണ്. ഈ ആശയത്തെ ആധാരമായ ഒരു വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. വെളിപ്പാട് 8:10. 7 സഭകൾക്കും മുദ്രകൾക്കും സമാന്തരമായി വരുന്ന കാഹളങ്ങൾ പരിശോധിക്കുന്നത് നാം തുടരുമ്പോൾ കോൺസ്റ്റന്റൈന് കീഴിൽ സഭയും രാഷ്ട്രവും ലയിപ്പിച്ച സമയത്തേക്ക് മൂന്നാമത്തെ കാഹളം നമ്മെ കൊണ്ടുവരുന്നു. അതായത് 7 കാഹളമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രകളുണ്ട്. 7 സഭകളെക്കുറിച്ച് പറയുന്നു, 7 മുദ്രകളെക്കുറിച്ച് പറയുന്നു, 7 കാഹളങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവയെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ കോൺസ്റ്റന്റൈൻ്റെ കീഴിൽ സഭയും രാഷ്ട്രവും തമ്മിൽ ലയിപ്പിച്ചു, ഒന്നിച്ചു ചേർത്തു. ആ സമയത്താണ് മൂന്നാമത്തെ കാഹളത്തിനെ കുറിച്ച് നാം പഠിക്കുന്നത്. ആ സമയത്തെക്കുറിച്ചുള്ള പഠനമാണ് മൂന്നാമത്തെ കാഹളത്തെക്കുറിച്ച്. അപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ തകർന്നുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യത്തിന് ഏറെ ദുഃഖം സൃഷ്ടിച്ച ഹുണനായി അറ്റിലയുടെ ആക്രമണം എന്ന പോലെ ചിലർ ആ കാഹളത്തെ, ആ സമയത്തെ, അതായത് ആ സഭയും രാഷ്ട്രവും തമ്മിലുള്ള ആ ലയനത്തെ അവിടെ വ്യാഖ്യാനിച്ചു. എന്നാൽ 7 സഭകളിലും മുദ്രകളിലും കാണപ്പെടുന്ന സത്യങ്ങൾ ആവർത്തിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്ന രീതി സൂക്ഷ്മമായി പരിശോധിക്കുന്നത് റോമാ സഭയുടെ തുടക്കത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. നക്ഷത്രങ്ങളുടെ അർത്ഥത്തെ വെളിപ്പാട് പുസ്തകം ഇവിടെ വിശദീകരിക്കുന്നു. 1-ാം അധ്യായത്തിൽ യേശു 7 നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുന്നു. അതായത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ 7 സഭകളുടെ 7 നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്നും നമുക്ക് കാണുന്നു. ഒരിക്കൽ ക്രിസ്തു എങ്ങനെ പറഞ്ഞു? സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാത്താൻ എങ്ങനെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് എന്ന വെളിപ്പാട് നമ്മോട് പറയുന്നുണ്ട്. അതർത്ഥമാക്കുന്നത് അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവരോടൊപ്പം ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ്. സാത്താൻ സ്വർഗത്തിൽ ഭിന്നതയുണ്ടാക്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തിന്മേൽ ഇരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ച് അവന്റെ മനസ്സിൽ ആ ഒരു തിന്മ ചിന്ത വന്നപ്പോൾ സാത്താനെ സ്വർഗത്തിൽ നിന്നും താഴെയിലേക്ക്, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവനോടൊപ്പം അവന്റെ ദൂതന്മാരെയും തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്കവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് 4-ാം നൂറ്റാണ്ടിന് മുൻപ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് നമുക്ക് അറിയാം. ഈ ഭാഗം പിശാചിന് എങ്ങനെ ബാധമാകും? ഈ കാലഘട്ടത്തിലാണ് സാത്താൻ സഭയെ വലിയ വിശ്വാസത്യാഗത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, അതായത് ഈ സഭയും രാഷ്ട്രവും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഈ കാലഘട്ടത്തിൽ സഭ എന്ത് ചെയ്തു? വിശ്വാസത്യാഗത്തിലേക്ക് സാത്താൻ കൊണ്ടുചെന്നു. അങ്ങനെ സഭയിൽ വഞ്ചനകൾ കൊണ്ടുവന്നു. പുറജാതീയ വഞ്ചനയാൽ ഉപദേശങ്ങൾ ദുഷിപ്പിക്കപ്പെട്ടു. ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങളെ മറച്ചു വെക്കപ്പെട്ടു. ബൈബിളിലെ ആ സത്യങ്ങളോട് വ്യാജ ഉപദേശങ്ങളെ കൂട്ടിക്കലർത്തി അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെയുള്ള 14-ാം അധ്യായത്തിൽ പറയുന്നത് പോലെയുള്ള ക്രോധമദ്യമാക്കി അവിടെ തീർത്തു. സാത്താന്റെ പ്രവൃത്തികൾ നദികളിൽ 1/3 നീരുറവകളിലും വീണു. ഇവിടെ ന്യായവിധി 1/3 മാത്രമേ ബാധിക്കുകയുള്ളൂ. അതായത് ഇത് ഭാഗികമായ ന്യായവിധി എന്നാണ്. രക്ഷയുടെ കിണറുകളിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായും മലിനമായിരുന്നില്ല എന്നും യെശയ്യാ പ്രവാചകനോടെ പറയുന്നുണ്ട്. പകരം റോമിലെ സഭ ദുഷിച്ചു. ഇപ്പോൾ അവിടെ കൈപ്പേറിയ വെള്ളം ലോകത്തെ പൂരിതമാക്കുവാനുള്ള അതിൻ്റെ ഭീഷണിപ്പെടുത്തുന്ന വേലയും ആരംഭിച്ചു. നമുക്കറിയാം
പല രീതിയിലുള്ള പല വാർത്തകളും കാര്യങ്ങളും ഒക്കെയും നമ്മളവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വെളിരാജ്യത്തു നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൈപ്പേറിയ വെള്ളം ലോകത്തെ തന്നെ നിറയ്ക്കുവാനായിട്ട്, ലോകത്തെ തന്നെ ദുഷ്ടത കൊണ്ട് നിറയ്ക്കുവാനായിട്ടുള്ള ആ വേല തുടർന്നിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ, അതായത് ഈ സഭയും രാഷ്ട്രവും തമ്മിൽ ലയിപ്പിച്ച ആ മൂന്നാമത്തെ കാഹളം ഊതിക്കേട്ട ആ സമയം മുതൽ തന്നെ ഇതിൻ്റെ ആരംഭവും, അതായത് ലോകത്തെ മുഴുവൻ പൂരിതമാക്കുവാനുള്ള ആ കയ്പുള്ള വെള്ളത്തിൻ്റെ ആ ഭീഷണിയുടെ വേല അന്നേ ആരംഭിച്ചുവെന്നും നമുക്കറിയാം. നാം ഇന്ന് ജീവിക്കുന്ന ലോകം തന്നെ മലിനപ്പെട്ട ലോകം, ദുഷ്ടലോകം തന്നെയാണ്. അതിനാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: പരിശുദ്ധ ദൈവമേ, ശാശ്വതമായ സുവിശേഷത്താൽ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ വചനത്തിലെ ശുദ്ധമായ പഠിപ്പിക്കലുകളിൽ ഞാൻ എന്നും കുടിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ശാശ്വതമായ സുവിശേഷത്താൽ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ വചനത്തിലെ ശുദ്ധമായ പഠിപ്പിക്കലുകളിൽ നിന്ന് ഞാൻ എന്നും കുടിക്കട്ടെ. നമുക്ക് ലോകത്തിൻ്റെ കയ്പുള്ള വെള്ളമല്ല നമുക്ക് ആവശ്യം, വചനത്തിലെ ശുദ്ധമായ പഠിപ്പിക്കലുകൾ, മായം കലരാത്ത വചനമെന്ന പാലാണ് നമുക്ക് ആവശ്യമെന്ന ഒരു തിരിച്ചറിവോടുകൂടി ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, സ്തോത്രം സ്തോത്രം. ഈ നല്ല നിമിഷത്തിൽ കർത്താവേ, നല്ലൊരു പ്രഭാത ചിന്തയിലൂടെ അങ്ങയുടെ വചനത്തെ, അങ്ങയുടെ തിരുവേദ സത്യത്തെ മനസ്സിലാക്കുവാൻ അടിയങ്ങൾക്ക് സഹായകമായ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഇന്നത്തെ പ്രഭാത ചിന്ത അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി മാറുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. നല്ലൊരു പുലർക്കാലം ഞങ്ങൾക്ക് ദാനം തന്നുവല്ലോ കർത്താവേ, സ്തോത്രം. പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ വഴികളെ മനസ്സിലാക്കി അങ്ങയുടെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ കർത്താവെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം കർത്താവെ രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പലവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളെ പ്രത്യേകം അവിടുന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവതലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. അവിടുന്ന് സഹായിക്കുമാറാകണമേ. അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ജീവിച്ച് മരിക്കുന്നവരായി മാറുവാൻ കർത്താവേ അടിയങ്ങൾ ഏവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഒരു പകൽക്കാലം ദൈവം നമുക്ക് തരുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.